നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 12ാമത്തെ കഥ. കൃഷ്ണദേവരായരും അനുചരന്മാരും ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഇടയ്ക്കിടയ്ക്ക് ചക്രവർത്തി സഞ്ചാരത്തിനിറങ്ങും. രാജ്യവിഭാഗങ്ങളിലെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കണം. അതായിരുന്നു സഞ്ചാരത്തിൻ്റെ ഉദ്ദേശം. ഒന്ന് പ്രത്യേകമായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ. ജീവിതം ഏറ്റവും വിഷമമാണ് ഇവിടുത്തെ നിവാസികൾക്ക്. ജനതയുടെ ഏറ്റവും താഴ്ന്ന തലത്തിലായിരുന്നു അവർ. പ്രധാനമായും അവരുടെ ഭക്ഷണം എന്തായിരുന്നു? ചത്ത ജന്തുക്കളുടെ ഇറച്ചിയും കൂവരകും. ദാരിദ്ര്യദുഃഖം അനുഭവിക്കുകയാണ് അക്കൂട്ടർ. ഉടുതുണിക്ക് മറുതുണിയുമില്ല. ഒരുവിധം അങ്ങനെ ജീവിക്കുന്നു, അത്രയുള്ളൂ. ചക്രവർത്തിയുടെ ഒരു സേവകന് അവരോട് പുച്ഛം തോന്നി. ഇവറ്റയൊക്കെ മനുഷ്യരല്ല, മൃഗങ്ങളാണ്, അയാൾ അറപ്പോടും വെറുപ്പോടും പറഞ്ഞു. അനുചര സംഘത്തിൽ രാമനും ഉൾപ്പെട്ടിരുന്നു. സേവകൻ പറഞ്ഞത് രാമൻ ഒട്ടും രസിച്ചില്ല. പാവപ്പെട്ടവരെക്കുറിച്ച് ഇങ്ങനെ പറയാമോ? ഹേ, നിങ്ങൾക്ക് ദാരിദ്ര്യവും പട്ടിണിയുമായി എന്ന് വയ്ക്കൂ, അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു എന്ന് വയ്ക്കൂ, അപ്പോൾ നിങ്ങളും ഇവരെ പോലെ ആവും, രാമൻ പറഞ്ഞു. എനിക്കങ്ങനെ ഒരവസ്ഥ വന്നു ചേരുന്നു എന്നിരിക്കട്ടെ, ഞാൻ തീർച്ചയായും ഇവരെ പോലെ ആവുകയില്ല. അതിനു മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യും, സേവകൻ പറഞ്ഞു. ഈ സംഭാഷണം ചക്രവർത്തി കേൾക്കാനിടയായി. മാത്രവുമല്ല, സേവകൻ ഒന്ന് പറഞ്ഞു. തൻ്റെ നിലപാട് ശരിയെന്ന് ചക്രവർത്തിക്ക് ബോധ്യമുണ്ട്. രാമൻ സമ്മതിച്ചു കൊടുത്തില്ല. രണ്ടുപേരും തമ്മിൽ തർക്കമായി. ചക്രവർത്തിക്ക് മധ്യസ്ഥം വഹിക്കേണ്ടതായി വന്നു. അദ്ദേഹം സേവകൻ്റെ നേർക്ക് തിരിഞ്ഞു. ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. നിങ്ങൾക്കിപ്പോഴുള്ള ആദായമെല്ലാം ഞാൻ പിൻവലിക്കും. ഇക്കൂട്ടരുടെ ഇടയിൽ നിങ്ങൾ കുറേ കാലം ജീവിക്കുകയും വേണം. എന്താ, സമ്മതിച്ചോ? അദ്ദേഹം ചോദിച്ചു. തിരുമനസേ, എനിക്ക് പൂർണ്ണ സമ്മതം തന്നെ, സേവകൻ വിജയിയുടെ ഭാവത്തിൽ ഉത്തരം പറഞ്ഞു. അങ്ങനെ അയാൾ രാജധാനിയിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് താമസം മാറ്റി. ഗ്രാമത്തിന് പുറത്തു പോയിക്കൂടാ എന്നതാണ് നിബന്ധന. സമയം കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വിശപ്പുണ്ടായി. ഒടുവിൽ വിശപ്പ് സഹിക്കവയ്യാതെയുമായി. അയാൾ അന്നോളമുള്ള ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചു. സ്വാദേറിയ എത്രമാതിരി വിഭവങ്ങൾ! ഈ ഗ്രാമീണരുടെ ഭക്ഷണമോ? അത് ഓർമ്മിച്ചാൽ ഓക്കാനം വരുന്നു. വേണ്ട, ഇവരുടെ ഭക്ഷണം തനിക്ക് വേണ്ട. ഗ്രാമീണർ ദരിദ്രരെങ്കിലും അതിഥി മര്യാദ അറിവുള്ളവരാണ്. അവർ സേവകന് അവരുടേതായ ആഹാര പദാർത്ഥങ്ങൾ നൽകി. സേവകന് ഏറ്റവും നിഷിദ്ധമാണ് ചത്തുവീണ മൃഗത്തിൻ്റെ മാംസവും കൂവരകും. അയാൾ അവ സ്വീകരിച്ചില്ല. പകരം പട്ടിണി കിടന്നു. വെറും പട്ടിണിയല്ല, മരണം വരെയുള്ള പട്ടിണി. 4 ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോഴേക്കും സേവകൻ്റെ ചിന്തകൾ സ്വഗൃഹത്തിൽ പറ്റിക്കൂടി. താൻ പട്ടിണി കിടന്ന് മരിക്കുന്നു എന്നിരിക്കട്ടെ, തൻ്റെ പ്രിയപത്നിയെ പിന്നീട് ആര് സംരക്ഷിക്കും? കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. അച്ഛനെപ്പോലെ മറ്റാരെങ്കിലും അവരെ നോക്കുമോ? വേണ്ട, മരിക്കണ്ട, ജീവിക്കുക തന്നെ. ഓ, കൂവരകിന് എന്താണിത്ര പോരായ്മ? അതും ഒരു ഭക്ഷണ പദാർത്ഥം തന്നെ. താൻ ഇന്നോളം ഇത് തിന്നിട്ടില്ല. അതുമാത്രമല്ല, രോഗം പിടിച്ച് ചത്ത മൃഗങ്ങളുടെ മാംസവും. ചെയ്യാത്തത് ചെയ്യുകയില്ല എന്ന് നിർബന്ധം അർത്ഥശൂന്യമല്ലേ? പോരെങ്കിൽ അവ ഭക്ഷിച്ചാൽ തനിക്ക് മരിക്കാതിരിക്കാം എന്ന് പറഞ്ഞാലും പോരാ. അത് ഭക്ഷിച്ചാലേ തനിക്ക് മരിക്കാതിരിക്കാനൊക്കൂ. അയാൾ ആ പദാർത്ഥങ്ങൾ യാചിച്ചു മേടിച്ചു ഭക്ഷിച്ചു. കഴിയുന്നത്ര വേഗത്തിൽ അയാൾ രാജധാനിയിൽ ചെന്ന് ചക്രവർത്തിയെ കണ്ടു. തിരുമനസേ, എനിക്ക് തെറ്റുപറ്റി. രാമൻ പറഞ്ഞതാണ് ശരി, അയാൾ ബോധിപ്പിച്ചു. അപ്പോഴും രാമനായിരുന്നു ജയം. നന്ദി.